അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അശ്റഫിൽ മഖ്ലൂഖീൻ വആലി കുല്ലിൻ വസ്വഹാബത്തി അജ്മഈൻ. അമ്മാ ബഅദ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദനാ യാ റസൂലല്ലാഹ്. ഖുദ് ബിഐദീനാ ഖല്ലത് ഹീലതുനാ അദ്രിക്നാ വൻദുർനാ അഗ്സിനാ യാ റസൂലല്ലാഹ്. താരങ്ങൾക്കിടയിലൊരമ്പിളിയോ റസൂലുള്ളാഹ്, ആമ്പൽ കൂളത്തിലെ താമരയോ, വൈഡൂര്യൻ കുന്നിലെ മഞ്ചരിയോ ഹബീബുള്ളാഹ്, ആമ്പൽ കൂളത്തിലെ താമരയോ. ബഹുമാനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ കാര്യത്തിലും നല്ല ഖൈറും ബറക്കത്തും സന്തോഷവും സലാമത്തും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ എല്ലാ അമാലുകളും അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഒരുമിച്ച് കൂടൽ നമ്മിൽ നിന്ന് അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ആമുഖമായി എനിക്ക് പറയാനുള്ളത്, മഹാനായ ഇമാം സയ്യിദുന ബൂസൂരി റഹിമഹുല്ലാ, അവിടുന്ന് ബൂസൂരി ഇമാം നമ്മെ പഠിപ്പിച്ച ഒരു ലൈൻ, ഫഇന്ന ഫളല റസൂലില്ലാഹി ലൈസ ലഹു ഹദ്ദും ഫയുഗ്രിബ അൻഹു നാതിഖും ബിഫമി. വായ കൊണ്ട് സംസാരിക്കുന്ന ഒരാളുടെ സംസാരം കൊണ്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹ് പറഞ്ഞു തീർക്കാൻ സാധ്യമല്ല എന്നുള്ളതാണ്. വായ കൊണ്ട് സംസാരിക്കുന്ന ഒരാളുടെ സംസാരം കൊണ്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മദ്ഹ് പറഞ്ഞു തീർക്കാൻ കഴിയില്ല. അപ്പം നമ്മളൊക്കെ മുത്തുനബി തങ്ങളെ മദ്ഹ് പറഞ്ഞു തീർക്കാൻ ഒരിക്കലും സാധ്യമല്ല. അത്രയും എല്ലാ മേഖലയിലും പെർഫെക്ഷൻ നേടിയ ഒരു വ്യക്തിപ്രഭാവത്തിനുടമയാണ് സയ്യിദുൽ വുജൂദ് മുത്തുനബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് പ്രവിശാലമായി സംസാരിക്കാൻ കഴിയും, എല്ലാ ഉസ്താദുമാർക്കും കഴിയും. കാരണം അത്രത്തോളം പ്രവിശാലമായ വിഷയമാണ്. അതിൽ നിന്ന് ചെറിയ ഒരു ബറക്കത്തിനൊരു കാര്യം ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹുവിൻ്റെ ഖുർആനിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പരിചയപ്പെടുത്തുന്ന ഒരു വാക്യം, ലഖദ് ജാഅകും റസൂലുൻ മിൻ അൻഫുസികും അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും. ആ ഒരു ഹരീസുൻ അലൈക്കും ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. മുത്തനബി തങ്ങളെ കുറിച്ച് ഖുർആൻ പറഞ്ഞു, ലഖദ് ജാഅകും റസൂലുൻ മിൻ അൻഫുസികും, നിങ്ങൾക്ക് നിങ്ങളിൽ നിന്നുള്ള പ്രവാചകൻ വന്നിരിക്കുന്നു. അസീസുൻ അലൈഹി മാ അനിത്തും, നിങ്ങൾ കഷ്ടപ്പെടുന്നത് ഇഷ്ടപ്പെടാത്ത നബിയാണ്. അതുപോലെ ഹരീസുൻ അലൈക്കും, നിങ്ങളുടെ മേലിൽ അതിയായ താല്പര്യമുള്ള നേതാവ് വന്നിരിക്കുന്നു എന്ന് വിശുദ്ധ ഖുർആനിൽ മുത്തനബി തങ്ങൾക്കുള്ള ഒരു ഐഡന്റിറ്റി അതാണ്. ഹരീസുൻ അലൈക്കും, നിങ്ങളോട് വല്ലാത്ത താല്പര്യമുള്ള ഒരു പ്രവാചകൻ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അവിടുത്തെ ഉമ്മത്തിനോട് വല്ലാത്ത സ്നേഹമാണ്. അതുകൊണ്ടാണ് നമ്മൾ മങ്കൂസ് മൗലിദിൽ നമ്മൾ ചൊല്ലാറുണ്ട്, അസ്സലാത്തു അലൻ നബി വസ്സലാമു അലർ റസൂൽ അശ്ശഫീഇൽ അബ്തഹി വൽ ഹബീബിൽ അറബി അൻത തത്ലുഉ ബൈനനാ ഫിൽ കവാകിബി കൽ ബുദൂർ ബൽ വ അശ്റഫു മിൻഹു യാ സയ്യിദി ഖൈറൻ നബി അൻത തത്ലുഉ ബൈനനാ ഫിൽ കവാകിബി കൽ ബുദൂർ ബൽ വ അശ്റഫു മിൻഹു യാ സയ്യിദി ഖൈറൻ നബി അൻത ഉമ്മുൻ അം അബൂൻ മാ റഅയ്നാ ഫീഹിമാ മിസ്ല ഹുസ്നിക ഖത്തു യാ സയ്യിദി ഖൈറൻ നബി. എന്താണ് അതിൻ്റെ അർത്ഥം? അതിൻ്റെ അർത്ഥം ഞാൻ ചെറിയൊരു വരികളിലൂടെ തന്നെ പഠിപ്പിച്ചു തരാം. നക്ഷത്രങ്ങൾക്കിടയിലെ പൗർണമി പോൽ തെളിവുറ്റോരേ, അതിനേക്കാൾ ശറഫുള്ളോരേ സയ്യിദി ഖൈറൻ നബി, ഉമ്മയുമുപ്പയുമായോരേ പോരാ അവരിലും ഇതുപോലെ ഞങ്ങൾ കണ്ടില്ല ഗുണമേറെ സയ്യിദി ഖൈറൻ നബി. ഹബീബായ മുത്തുനബി തങ്ങൾ ഉമ്മയാണോ ഉപ്പയാണോ? ഞങ്ങളുടെ ഉമ്മയിലും വാപ്പയിലും നിങ്ങളെപ്പോലെയുള്ള നന്മ ഞങ്ങൾ കണ്ടില്ലല്ലോ നബിയേ
എന്ന് മങ്കൂസ് മൗലിദിൽ നമ്മൾ ചൊല്ലാറുണ്ട്. ഇരിക്കട്ടെ സഹോദരന്മാരെ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നമ്മളോടെന്തെന്നില്ലാത്ത പ്രണയമാണ്, നമ്മളോടെന്തെന്നില്ലാത്ത ഇഷ്ടമാണ്, വല്ലാത്ത താല്പര്യമാണ് കേട്ടോ. നിങ്ങൾ കണ്ടോ പ്രിയപ്പെട്ട സഹോദരന്മാരെ, 1-2 എക്സാമ്പിൾ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അതിനു മുമ്പ് നിങ്ങളുടെ ശ്രദ്ധ ഞാനൊന്ന് ചെറുതായിട്ട് പത്രമാധ്യമങ്ങളിലേക്ക് ക്ഷണിച്ചു കൊണ്ടുപോവുകയാണ്. നിങ്ങൾ വായിച്ചോ എന്നറിയൂല, ഒരു ഹോളിവുഡാണോ ബോളിവുഡാണോ എന്നുള്ള വിഷയത്തിൽ എനിക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. ഇരിക്കട്ടെ, വലിയ ഒരു സിനിമാ നടൻ, ഇന്ത്യയിൽ അറിയപ്പെടുന്ന ഒരു സിനിമാ നടനാണ്. അദ്ദേഹത്തിൻ്റെ ജന്മദിനം വന്നപ്പോൾ അദ്ദേഹത്തിനോട് വല്ലാത്ത സ്നേഹവും താല്പര്യവുമുള്ള, അദ്ദേഹത്തെ ജീവന തുല്യം സ്നേഹിക്കുന്ന അദ്ദേഹത്തിൻ്റെ ഫാൻസ് അസോസിയേഷൻ, അതേപോലെ തന്നെ അദ്ദേഹത്തിനോട് ഒരുപാട് പ്രണയിച്ച് നടക്കുന്ന, അദ്ദേഹത്തെ ഒരുപാട് ഇഷ്ടപ്പെട്ട് നടക്കുന്ന അദ്ദേഹത്തിൻ്റെ ആരാധന വൃന്ദം എന്നൊക്കെ നമുക്ക് പറയാം. അങ്ങനെയുള്ള ആളുകൾ അദ്ദേഹത്തിനൊരു വിഷ് നേരാൻ വേണ്ടിയിട്ട്, അദ്ദേഹത്തിനൊരു ജന്മദിനാശംസകൾ നേരാൻ വേണ്ടിയിട്ട് രാത്രി 12 മണി സമയത്ത് അദ്ദേഹത്തിന്റെ കൊട്ടാര സമാനമായ വീടിന്റെ ഉമ്മറത്ത് വന്നു. വീടിനകത്തേക്ക് പാറാവുകാരൻ കയറ്റിവിടുന്നില്ല. അവർ പറഞ്ഞു, ഞങ്ങൾ ഫാൻസിന്റെ ആളുകളാണ്, ഞങ്ങളെ വളരെ ഇഷ്ടപ്പെടുന്ന ആളുകളാണ്. പാറാവുകാരൻ പറഞ്ഞു, എന്തായാലും ശരി, സുരക്ഷയുടെ വിഷയമുള്ളത് കൊണ്ട് പറഞ്ഞുവിടാൻ പറ്റൂല. അങ്ങനെ അവർ പുറത്തു നിന്നു. രാത്രി 12 മണിയായി. അകത്ത് നിന്ന് കൂക്കിവിളിയും അതേപോലെ കേക്ക് മുറിക്കലും ചാടിക്കളിക്കലും ഓടിക്കളിക്കലും ഒക്കെ കേൾക്കാണ്. ഈ പാവങ്ങൾ നേതാവിനെ ഇഷ്ടപ്പെട്ട്, അതുപോലെ അവരുടെ പ്രേമഭാജൻ ഇഷ്ടപ്പെട്ട ഒരു വിശ്വനേരാൻ വന്നതാണ്. പക്ഷേ പാറാവുകാരനകത്തേക്ക് കയറ്റുന്നില്ല. അവസാനം ആരൊക്കെയോ ചെന്ന് ചെവിയിൽ മന്ത്രിച്ചു കൊടുത്തു. നമ്മളെ കാണാൻ വേണ്ടി കുറച്ച് സാധുക്കൾ വന്നിട്ട് അവിടെ പുറത്ത് റോട്ടിൽ നിൽക്കുന്നുണ്ട്. തണുത്ത് പറിച്ച് ഡൽഹി അല്ലേ, നല്ല തണുപ്പത്ത് ഇവന്മാർ കഷ്ടപ്പെട്ട് നിന്നു. ആ സമയത്ത് ഇയാൾ വീടിന്റെ മട്ടുപ്പാവിൽ വന്നിട്ട് കൈ ഒന്ന് വീശി കാണിച്ചു കൊടുത്തു. അപ്പൊ ഇവന്മാർ അങ്ങോട്ട് റോട്ടുന്ന, ഓ സന്തോഷമായി, മാഷാ അല്ലാഹ്, അങ്ങോട്ട് വീശി കൊടുക്കുകയുണ്ടായി. ഇത് പത്രമാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായി. സഹോദരന്മാരെ, ഞാനിത് എന്തിനു പറഞ്ഞു? നമ്മളിപ്പോൾ ഇന്ന് എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന എല്ലാവരും അങ്ങനെയാണെന്നല്ലോ ഞാൻ പറയുന്നത്. നല്ല ഒരു ശതമാനം യുവാക്കളും അതേപോലെ തന്നെ യുവതികളൊക്കെ അവരുടെ ടെലിഫോണിനകത്ത്, മൊബൈലിനകത്ത് നല്ല അവരിഷ്ടപ്പെടുന്ന സിനിമാ നായകന്മാരെയും നായികമാരെയൊക്കെ ഫോട്ടോസുകൾ അപ്ലോഡ് ചെയ്യുന്നു, ഡൗൺലോഡ് ചെയ്യുന്നു, ഷെയർ ചെയ്യുന്നു, ലൈക്ക് ചെയ്യുന്നു, എല്ലാം ചെയ്യാണ്. എല്ലാ കാര്യവും അവർ വളരെ റാഹത്തോടുകൂടി ഈ ഒരു സിനിമാക്കാരനോടുള്ള ഇഷ്ടം കൊണ്ട്, അവനോടുള്ള താല്പര്യം കൊണ്ട് അതിൻ്റെ പിന്നാലെ അങ്ങനെ ഓടി നടക്കുന്ന കുറേ യുവാക്കൾ ഇല്ല എന്ന് പറയാൻ കഴിയില്ലല്ലോ, ഉണ്ട്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, അങ്ങനെയുള്ള യുവാക്കളെ കൂട്ടത്തിൽ ഒരു വിഭാഗം ആളുകളാണ് ഈ ജന്മദിനം ആഘോഷിക്കാൻ വേണ്ടി ആ സമയത്ത് ഒരു വിഷ് നേരാൻ വേണ്ടി ചെന്നപ്പോൾ വീടിനകത്തേക്ക് കയറ്റിയില്ല. എന്നാൽ പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമ്മൾ കൊടുക്കുന്ന സ്നേഹത്തിന് നമ്മൾ കാണുകയോ അറിയുകയോ, നമ്മളെ ഇങ്ങോട്ട് കാണുകയോ അറിയുകയോ ചെയ്യാത്ത ഈ വിഭാഗം ആളുകൾ അവർ വേണ്ടതുപോലെ റെസ്പോൺസ് ചെയ്തു കൊള്ളണമെന്നില്ല. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കൊടുത്താൽ കൊടുത്തതിൻ്റെ ഇരട്ടി തിരിച്ചു തരുന്ന ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ നിന്ന് നമുക്ക് വായിക്കാൻ കഴിയുന്ന അനുഭവങ്ങളൊക്കെ അത് തന്നെയാണ്. ഒരുപാട് നമുക്കത് അവിഷയകമായി സംസാരിക്കാനുണ്ട്. ഞാനതിലേക്ക് ഒരു പരന്ന ഒരു ചർച്ചയ്ക്ക് ഇറങ്ങുന്നില്ല. നിങ്ങൾ കണ്ടോ, ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഹരീസുൻ അലൈക്കും, നിങ്ങളോട് വല്ലാത്ത താല്പര്യമുള്ള ആളാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുമ്പോൾ മഹാനായ ഒരു സ്വഹാബി വന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിക്കുകയാണ്, മുത്തുനബിയെ, എൻ്റെ ഫർളായ അമലുകൾ കടിച്ച് ബാക്കിയുള്ള ഞാൻ ഇബാദത്ത് ചെയ്യുന്നതിൻ്റെ 1/4 ഭാഗം അങ്ങയ്ക്ക് വേണ്ടി ഞാൻ സ്വലാത്ത് ചെല്ലാൻ വേണ്ടി മാറ്റിവെച്ചാലോ, നിങ്ങളുടെ അഭിപ്രായം എന്താണ്? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നല്ലതാണ്. നീ അത് നീ അത് വർദ്ധിപ്പിച്ചു കഴിഞ്ഞാൽ നിനക്ക് നല്ലതാണ് കേട്ടോ. ഈ സ്വഹാബി പറഞ്ഞു, എന്ന പകുതി സമയം ഞാൻ മാറ്റി വെച്ചോടാ. അപ്പൊ പറഞ്ഞു, നല്ലതാണ്, അധികരിപ്പിച്ചാൽ നിനക്ക് അത് ഖൈറാണ് കേട്ടോ. ആ സമയത്ത് പറഞ്ഞു, നബിയെ, എൻ്റെ ആരാധനയുടെ 4 ഭാഗത്തിന്റെ 3 ഭാഗവും അങ്ങയ്ക്ക് വേണ്ടി മാറ്റിവെക്കാം. നിങ്ങളുടെ അഭിപ്രായം എന്താണ്, പറയൂ. നബി തങ്ങൾ പറഞ്ഞു, നല്ലതാണ്. ഫൈൻ ജിത്ത ഖൈറുൻ ലക, വർദ്ധിപ്പിച്ചാൽ നിനക്ക് നന്മയുണ്ട് കേട്ടോ. അപ്പൊ ആ സമയത്ത് സ്വഹാബി പറഞ്ഞു, മഹാനായ ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു ആണെന്ന് ഞാൻ ഓർക്കുന്നു. ആ സ്വഹാബി പറയാണ്, എന്നാൽ എൻ്റെ ആരാധനയുടെ ഫർളായ അമല് കഴിഞ്ഞ് ബാക്കിയുള്ള മുഴുവൻ സമയവും അങ്ങയ്ക്ക് വേണ്ടി ഞാൻ സ്വലാത്തിന് വേണ്ടി മാറ്റി വെക്കട്ടെയോ നബിയെ എന്ന് പറഞ്ഞപ്പോൾ മഹാനായ മുത്തുനബി തങ്ങൾ പറഞ്ഞു, മോനെ, ഇദൻ യക്ഫീക ഹമ്മുദ് ദുനിയാ വ ഹമ്മുൽ ആഖിറ, എന്നാൽ നിന്റെ ദുനിയാവിൻ്റെയും
ആഖിറത്തിൻ്റെയും സകല പ്രശ്നങ്ങളും അതുമായി ബന്ധപ്പെട്ട് സ്വലാത്ത് നീ ചൊല്ലിക്കഴിഞ്ഞാൽ നിനക്ക് രക്ഷപ്പെട്ട് കിട്ടുമെന്ന്, മതിയാകുമെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയും. ഇദൻ യക്ഫിക ഹമ്മുദ് ദുനിയാ വ ഹമ്മുൽ ആഖിറ. നിന്റെ ദുനിയാവിന്റെ സകല പ്രശ്നങ്ങളും നിന്റെ ആഖിറത്തിന്റെ സകല പ്രോബ്ലംസുകളും മാറിക്കിട്ടാൻ സ്വലാത്ത് കൊണ്ട് നിനക്ക് സാധിക്കുമെന്ന. ഇരിക്കട്ടെ സഹോദരന്മാർ, ഞാൻ സുദീർഘമായി സംസാരിക്കുന്നത് ഇപ്പൊ തന്നെ നിർത്തും. നിങ്ങൾ കണ്ടോ, അപ്പൊ ദുനിയാവിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഒരാൾക്ക് റൊമാൻറ്റിക് ഉണ്ടെങ്കിൽ, ഒരാൾക്ക് പ്രണയം ഉണ്ടെങ്കിൽ, ആ പ്രണയത്തിന്റെ ഭാഗമായി അദ്ദേഹം സ്വലാത്ത് ചെല്ലുന്നുവെങ്കിൽ അദ്ദേഹത്തിന്റെ ദുനിയാവിന്റെയും ആഖിറത്തിന്റെയും സകല പ്രോബ്ലങ്ങളും സോൾവ് ചെയ്യുമെന്നാണ്. എന്നാൽ അയാൾ മരിക്കുമ്പോഴോ, നമ്മളൊക്കെ മരിക്കുകയാണെങ്കിൽ എന്താ അവസ്ഥ? നമ്മൾ മരിക്കുമ്പോൾ നമ്മുടെ ഉമ്മ കരയും, നമ്മുടെ ഭാര്യ കരയും, മക്കൾ കരയും, കുടുംബക്കാർ കരയും, അയൽക്കാരും കൂട്ടുകാരും കരയും. എന്നാൽ ഒരാൾ പോലും നമ്മുടെ കബറിൽ നമ്മുടെ കൂടെ വന്ന് കിടക്കൂല, പള്ളിക്കാട്ടിൽ നമുക്ക് കൂട്ടിരിക്കൂല. അതുപോലെ നമ്മളുമായി ബന്ധപ്പെട്ട ആഖിറത്തിലേക്ക് നമ്മുടെ കബറിൻ്റെ അവിടെ വന്ന ഒരു രാത്രി പോലും നമ്മുടെ കബറിൻ്റെ അടുത്ത് ഉറങ്ങാൻ നമ്മുടെ കൂട്ടുകാരനോ ഭാര്യയോ ഉമ്മയോ വാപ്പയോ വരൂല. എന്നാൽ നിങ്ങൾ കണ്ടോ, കബറിൽ മുത്തുനബി തങ്ങളുടെ സഹായം എങ്ങനെയാണ്? ഹബീബായ തങ്ങൾ പഠിപ്പിച്ചില്ലേ സഹോദരന്മാരെ? നിങ്ങൾ കണ്ടോ, ഒരാൾ മരിച്ചിട്ട് അയാളെ കബറിൽ കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞാൽ ഇദാ ജാഅക്കൽ മലക്കാനിൽ കരീമാനിൽ ഹായിലാനിൽ മുസമ്മയാനി ബിമുൻകരിൻ വനകീരിൻ അലൈഹിമാ മിനല്ലാഹിസ് സലാം. അതേ, മുൻകർ നകീർ എന്ന് പറയുന്ന മാലാഖമാര് വരും. എന്നിട്ട് നിന്നോട് ചോദിക്കും, ആരാണ്ടാ നിന്റെ റബ്ബ്, നിന്റെ നബി ആരാണ്, ഇമാം ആരാണ്, ഖിബില ഏതാണ്, എല്ലാം ചോദിച്ചതിന് ശേഷം റസൂലുള്ളാഹിന്റെ രൂപം കാണിച്ചു തന്നിട്ട് ഈ വ്യക്തിയെ കുറിച്ച് നിന്റെ അഭിപ്രായം എന്താണ് മോനെ എന്ന് ചോദിക്കുന്ന സമയത്ത് പ്രിയപ്പെട്ട സഹോദരന്മാരെ സഹോദരിമാരെ, നിങ്ങൾ കണ്ടോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഫോട്ടോ കാണിച്ചു കൊടുക്കുമ്പോ, രൂപം കാണിച്ചു കൊടുക്കുമ്പോ അയാൾ പറയാണ്, ഹാദാ റസൂലുള്ളാഹ്, ഇത് റസൂലുള്ളയാണ് കേട്ടോ എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തിയാൽ മലക്കുകൾ പറയും, നം കനൗമത്തിൽ അറൂസ്, പുതുമണവാളൻ കടന്നുറങ്ങുന്നത് പോലെ കടന്നുറങ്ങിക്കോ എന്ന് മലക്കുകൾ പറയുമെന്ന് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ്. ഖബറിലും റസൂലുള്ള നമ്മളെ സഹായിക്കും കേട്ടോ. ഖബറിലും മുത്തുനബി തങ്ങളെ സഹായം വരികയാണ്. ഇനി നിങ്ങൾ കണ്ടോ, ഒരാൾ മരിച്ചു മഹ്ശറയിൽ ചെന്നാൽ ഹബീബായ സയ്യിദുനാ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രിയപ്പെട്ട മോള് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ. ആരാണ് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ? സുബ്ഹാനല്ലാഹ്, അവിടുത്തെ മഹത്വം പറഞ്ഞാൽ തീരൂല. വലിയ മഹദിയാണ്. സൗറന്ന ഗുഹയിൽ പണ്ട് സന്മാർഗത്തേനിതൽ രണ്ട്, സ്നേഹത്തിനിണകൾ രണ്ട്, പാറി വന്ന് പൊത്തിൽ ഓടി വന്ന്, ആരും കാണാതെ അറിയാതെ ഒളിച്ചിരുന്ന്. സൗറന്ന ഗുഹയിൽ പണ്ട് സന്മാർഗത്തേനിതൽ രണ്ട്, സ്നേഹത്തിൻ ഇണകൾ രണ്ട്, പാറി വന്ന് പൊത്തിൽ ഓടി വന്ന്, ആരും കാണാതെ അറിയാതെ ഒളിച്ചിരുന്ന്. നബിയെ കണ്ടോ നിങ്ങൾ, നബിയെ കണ്ടോ, നബിയെ കണ്ടോ നിങ്ങൾ, നബിയെ കണ്ടോ, നിറമെന്താണ് അവരുടെ രൂപമേതാണ്, നിറമെന്താണ് അവരുടെ രൂപമേതാണ്. ആറ്റൽ നബിയുടെ മകൾ ഫാത്തിമ. ഈ പാട്ട് പാടാനാണ് ഞാൻ നേരത്തെ 2 പാട്ട് പാടിക്കൊണ്ടുവന്നത് കേട്ടോ. ആ പാട്ട് പാടിയാൽ എനിക്ക് ഈ പാട്ടിന്റെ ഈണം കിട്ടുള്ളൂ. ഓക്കെ, അതെന്താ എൻ്റെ സംഭവം അല്ലാഹു അലം. ആറ്റൽ നബിയുടെ മകൾ ഫാത്തിമ, അലി ഹൈദറിൻ പ്രിയ വിടർ ഫാത്തിമ, ആശിച്ചൊരു റുമാൻ പഴം തിന്നുവാൻ, അത് പൂമാരനോട് പറഞ്ഞു വാങ്ങാൻ,
മഹദിയായ ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹാ, ഫാത്തിമത്തു ഖിത്അത്തും മിന്നീ, ഫാത്തിമ എൻ്റെ കരളിൻ്റെ ഫാത്തിമ എൻ്റെ ഒരു ഭാഗമാണ്. ഫാത്തിമത്തു ഖിത്അത്തു കബദി, ഫാത്തിമ എൻ്റെ കരളിൻ്റെ കഷ്ണമാണ് എന്ന് ഹബീബായ മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആ മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പൊന്നുമോള് റസൂലുള്ളാഹിന്റെ സക്കറാത്തിന്റെ ഹാലില് ഒരുപാട് വേദനയോടുകൂടി കരഞ്ഞുകൊണ്ടിരിക്കുമ്പോ നബി തങ്ങൾ വിളിച്ചു, മോളെ ഫാത്തിമ. ഫാത്തിമ ബീവിയെ വിളിച്ചു. എന്നിട്ട് കാതിൽ ഒരു രഹസ്യം പറഞ്ഞു കൊടുത്തു. ആ സമയത്ത് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ ചോദിക്കുകയാണ്, വാപ്പച്ചി, നാളെ മഹ്ശർ നടക്കുമ്പോ, നാളെ അല്ലാഹുവിന്റെ ദർബാർ നടക്കുമ്പോ എവിടെയാണ് വാപ്പച്ചി ഈ പൊന്നുമോള് തിരയേണ്ടത്, എവിടെയാണ് വാപ്പച്ചിനെ മോൾ അന്വേഷിക്കേണ്ടതെന്ന് ചോദിക്കുമ്പോ നബി തങ്ങൾ പറഞ്ഞ മറുപടി പെർഫെക്റ്റ് ആണ് മോനെ. റസൂലുള്ള പറഞ്ഞ മറുപടി എന്താണ്? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്, മോളെ ഫാത്തിമ, നാളെ മഹ്ശർ നടക്കുമ്പോ ഞാൻ എൻ്റെ പ്രൈവറ്റ് റൂമിൽ ഉണ്ടാകുമെന്നാണോ പറഞ്ഞത്? അല്ല കേട്ടോ. നബി തങ്ങൾ പറഞ്ഞത് എന്താണ്? മോളെ ഫാത്തിമ, നാളെ മഹ്ശർ നടക്കുമ്പോ ഞാൻ ഉണ്ടാകുന്നത് 3 സ്ഥലങ്ങളിലാണ്. ഒന്നാമത്തത് ഇൻദൽ ഹൗദി, ഹൗദിന്റെ ചാരത്താണ് മോളെ. അവിടെ എൻ്റെ ഡ്യൂട്ടി എന്തെന്നറിയോ? എൻ്റെ ഉമ്മത്തിലുള്ള ആളുകൾ ദാഹിച്ചു പരവശരായി നാളെ ഹൗദുൽ കൗസറിന്റെ ചാരത്തേക്ക്, മഹ്ശറിന്റെ ചാരത്തേക്ക് വരുന്ന സമയത്ത് എൻ്റെ സമുദായത്തിനോട് വേദനിക്കണ്ട മക്കളെ, വിഷമിക്കണ്ട മക്കളെ, നിങ്ങൾ സങ്കടപ്പെടേണ്ട മക്കളെ എന്ന് പറഞ്ഞ് വെള്ളം കൊടുപ്പാൻ ഞാൻ അവിടെ ഉണ്ടാകും പൊന്നുമോളെ. രണ്ടാമത്തെ സ്ഥലം എവിടെയെന്നറിയോ? ഇൻദൽ മീസാൻ, മീസാൻ എന്ന് പറയുന്ന തുലാസിന്റെ അവിടെയാണ്. അവിടെ ഞാൻ ഇങ്ങനെ വന്നിരുന്നിട്ട് റബ്ബി സഖിൽ ഉമ്മത്തി അലൽ മീ, അല്ലാഹ് എൻ്റെ ഉമ്മത്തിന്റെ ഹസനാത്തിന് മീസാനിൽ വർധനവ് നൽകണം റഹ്മാനേ എന്ന് ഞാൻ എൻ്റെ ഉമ്മത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടാകും മക്മോളെ എന്ന് വേണ്ട. മൂന്നാമത്തെ സ്ഥലം എവിടെയെന്നറിയോ? നബി തങ്ങൾ പറയാണ്, മൂന്നാമത് ഞാൻ ഉണ്ടാകുന്നത് സിറാത്ത് പാലത്തിന്റെ അവിടെയാണ്. എന്താ സിറാത്ത് പാലത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, കൂരിരുട്ടാണ് മുസ്ലിമേ, മുടിയെക്കാളും നേർത്തതാണ് മുസ്ലിമേ, വാളിനെക്കാളും മൂർച്ചയാണ് മുസ്ലിമേ. താഴ്ഭാഗത്ത് നരകം ഇങ്ങനെ കത്തിജ്വലിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിലൂടെ കടന്നു പോകുമ്പോ കിടുകിടാന്ന് വറക്കാത്തവരില്ല. എന്നാൽ ഇടിമിന്നറിയുന്നത് പോലെ പോകുന്നവരുണ്ട്, ഓടിപ്പോകുന്നവരുണ്ട്, നടന്നു പോകുന്നവരുണ്ട്. അവിടെ വരുമ്പോ കിടുകിടാ എന്ന് വറച്ചു പോകും. ആ സമയത്ത് അവിടെ അതാ മുത്ത് നബി തങ്ങളുടെ സാന്നിധ്യം ഉണ്ടാവുകയാണ്. നബി തങ്ങൾ ദുആ ചെയ്യാണ്, പടച്ചോനെ എൻ്റെ ഉമ്മത്തിനെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണം റഹ്മാനേ, റബ്ബി സല്ലിം ഉമ്മത്തി മിനന്നാർ, എൻ്റെ സമുദായത്തിനെ നരകത്തിൽ നിന്ന് കാത്ത് രക്ഷിക്കണം പടച്ചോനെ എന്ന് ഞാൻ അവിടെ പ്രാർത്ഥിക്കുന്നുണ്ടാകും. പൊന്നുമോളെ ഫാത്തിമ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഫാത്തിമ ബീവിയോട് പറഞ്ഞെങ്കിൽ, പ്രിയപ്പെട്ട സഹോദര, സമാധാനിക്കാൻ ഇതിനേക്കാളും എന്ത് വകയുണ്ട് നമുക്ക്? ഇതിനേക്കാളും വേറെ ഒരു വക കാണുന്നില്ലല്ലോ. നാളെ മഹ്ശറാവൻ സഭയിൽ പെടാപ്പാടുപെടുന്ന രംഗങ്ങളിലെല്ലാം ഹബീബായ തങ്ങളുടെ സാന്നിധ്യമാണ് കേട്ടോ. അവിടെ നിന്റെ ബാപ്പ വരുമോ മോനെ? വരൂല കേട്ടോ. നിന്റെ ഉമ്മ വരുമോ? വരൂല. മക്കള് വരുമോ? വരൂല കേട്ടോ. അതുകൊണ്ടല്ലേ തടവ ഉസ്താദ് പറഞ്ഞത്, ഭൂമിക്കുമേൽ നിന്നോർത്ത് നീ നവരയും അതിനടിയലായാൽ പിന്നെ അവരും നിന്നെയും മറക്കുന്നതാ നിന്റെ അഖില് ഔല ദൊക്കയും കൈവടിയുമല്ലോ നിന്നെ റബ്ബല്ലാതെയോ. എന്താ പറഞ്ഞത്? ഭൂമിക്കുമേൽ നിന്നോർത്ത് നീ ഇന്നവരെയും. ഭൂമിയുടെ പുറത്ത് നീ അവർക്ക് വേണ്ടി ഓടി നടന്നില്ലേ? ഭാര്യയ്ക്ക് വേണ്ടി ഓടി നടന്നില്ലേ? മക്കൾക്ക് വേണ്ടി ഓടി നടന്നില്ലേ? നിന്റെ കുടുംബത്തിന് വേണ്ടി നീ പെടാപ്പാടുപെട്ടില്ല മോനെ. എന്നാൽ അതിനടിയിലായാൽ പിന്നെ അവരും നിന്നെയോ. ഭൂമിയുടെ അടിയിലായി കഴിഞ്ഞാൽ, നീ ഖബറിലായി കഴിഞ്ഞാൽ മോനെ, നിന്നെ അവര് തഴവുസ്താദ് പറയണ ഭൂമിക്കുമേൽ നിന്നോർത്ത് നീ നവരയോ
നീ ഭൂമിയുടെ മോൾ അവരെ ഓർത്ത് നടന്നില്ലേ, അവർക്ക് വേണ്ടി അധ്വാനിച്ചില്ലേ? അതിനടിയിലായാൽ പിന്നെ അവരും നിന്നെയും മറക്കുന്നതാ നിന്റെ അഖില് ഔല. ഇതൊക്കെയോ കൈവെടിയുമല്ലോ നിന്നെ റബ്ബല്ലാതെയോ, അള്ളയല്ലാതെ നിനക്കാരും കാണൂല മോനെ. അതുകൊണ്ട് നിന്റെ കുടുംബക്കാര് വരൂല, അവര് സഹായിക്കുമോ? സഹായിക്കൂല. അവിടെ സഹായിക്കാൻ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. അതുകൊണ്ട് നമ്മൾ പിടിക്കേണ്ടത്, നമ്മൾ സ്നേഹിക്കേണ്ടത് ഹബീബായ മുത്തുനബി തങ്ങളെയാണ്. നന്നായിട്ട് പിടിച്ചോ. നമ്മൾ സ്വലാത്തിന്റെ എണ്ണം വർദ്ധിപ്പിച്ചാൽ മദീനയിൽ നിന്നൊരു കൺട്രോൾ നമുക്ക് വരും, ഒരു തെർബിയ നമുക്ക് വരും. അള്ളാഹു തൗഫീക്ക് നൽകുമാറാകട്ടെ. അതുകൊണ്ട് ഞാനൊരു ചെറിയ സ്വഹാബിയുടെ ചരിത്രം പറഞ്ഞു തരാം. അറിയുമോ? മഹാനായ സെയ്ദ് ബിൻ സാബിത്തുൽ അൻസാർ. സെയ്ദ് ബിൻ സാബിത്തുൽ അൻസാർ എന്ന് പറയുന്ന സ്വഹാബി, മഹാന്മാരായ സ്വഹാബത്ത്. അവിടുന്ന് ചെറിയ കുഞ്ഞാണ്, 13 വയസ്സെന്നാണ് എൻ്റെ ഓർമ്മയുള്ളത്. 13 10 മീതയും 13 ഇടയിലും വയസ്സുള്ള പ്രായത്താണ്. ആ സമയത്ത് മഹാനായ സെയ്ദ് ബിൻ സാബിത്തുൽ അൻസാറിന് യുദ്ധത്തിന് വേണ്ടി സ്വഹാബികളൊക്കെ പോവുകയാണ്. ആ സമയത്ത് സെയ്ദ് ബിൻ സാബിത്തുൽ അൻസാർ തൻ്റെ കയ്യിൽ ഒരു വാളും പിടിച്ച് രണാങ്കളത്തിലേക്ക് പോകാൻ വേണ്ടി വരിയുടെ ഒരു അറ്റത്ത് വന്ന് നിൽക്കുകയാണ്. എന്നിട്ടതാ വരിയിൽ ഇങ്ങനെ മുന്നോട്ട് പോയി ഫദനാ മിൻ റസൂലില്ലാഹ് റസൂലുള്ളാഹിനോട് ചാരത്തേക്ക് എത്തുകയാണ്. റസൂലുള്ളാഹിന്റെ അടുത്തേക്ക് എത്തുമ്പോൾ ഫതഅജ്ജബ റസൂലുള്ളാഹ്, മുത്തുനബി തങ്ങൾക്ക് വല്ലാണ്ട് അത്ഭുതമായി കേട്ടോ. ചെറിയ ഒരു മോനാണ് സെയ്ദ് ബിൻ സാബിത്തുൽ അൻസാർ എന്ന് പറയുന്നത്. അവരാണ് യുദ്ധത്തിന് വേണ്ടി വാളും പിടിച്ച് വന്നിരിക്കുന്നത്. ചരിത്രകാരന്മാര് പറയുന്നത് കണ്ടോ? എന്താണ് ചരിത്രകാരന്മാര് പറയുന്നത്? സുബ്ഹാനല്ലാഹ്. ചരിത്രകാരന്മാര് പറയാണ്, വഫീ യദിഹി സൈഫുൻ യുസാവിഹി ഫിത്തൂലി ഔ യസീദു അൻഹു ഖലീലാ. വഫീ യദിഹി സൈഫുൻ, ഈ മഹാനായ സെയ്ദ് ബിൻ സാബിത്ത് എന്ന് പറയുന്ന സ്വഹാബിയുടെ കയ്യിൽ ഒരു വാളുണ്ട് മോനെ. എങ്ങനെയുള്ള വാളാണ്? യുസാവിഹി ഫിത്തൂലി, അദ്ദേഹത്തോളം നീളം വരുന്ന വാളാണ്. ചരിത്രകാരന്മാർ പറയുന്നത് ഔ യസീദു അൻഹു ഖലീലാ, അല്ല മൂപ്പരക്കാളും കുറച്ചും കൂടി വലിപ്പമുള്ള വാളാണ് കേട്ടോ. അങ്ങനത്തെ ഒരു വാളും പിടിച്ചിട്ടാണ് ബദറിലേക്ക് വരുന്നത്, യുദ്ധത്തിലേക്ക് വരുന്നത്. സഹോദരന്മാരെ, ഇത് കണ്ടപ്പോ നബി തങ്ങൾ അത്ഭുതപ്പെട്ടിട്ട് പറഞ്ഞു, മോനെ സെയ്ദ് രണാങ്കളത്തിലേക്ക് വരണ്ട മോനെ, പിരിഞ്ഞു പോയിക്കോ എന്ന് പറഞ്ഞ് തിരിച്ചു വിടുമ്പോ വീട്ടിലേക്ക് നിറകണ്ണുകളോടെ കടന്നു പോകുമ്പോ യുജർജിറു സൈഫഹു, അവിടുത്തെ വാളിങ്ങനെ വലിച്ചോണ്ട് വീട്ടിലേക്ക് കടന്നു ചെന്നില്ലേ? കണ്ടോ? അവരൊക്കെ ചിന്തിച്ചത് എന്താണ്? പടച്ചോനെ, മുത്തുനബി തങ്ങൾ യുദ്ധത്തിന് പോകുമ്പോ നബി തങ്ങൾക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കാനും ആ പിഞ്ചു ബാലൻ പോലും ആ രണാങ്കളത്തിലേക്ക് പോകുന്ന വരിയുടെ മുമ്പിൽ നിൽക്കാൻ തയ്യാറായെങ്കിൽ മുസ്ലിമേ, പ്രവാചക സ്നേഹം വായിച്ചെടുക്കേണ്ടത് ഇവിടുന്നാണ്. വിശാലമായി പറയേണ്ട മാറ്ററാണ്. ഇനി ഞാനൊരു വൃദ്ധനായ സ്വഹാബിയുടെ കഥ പറയാം. ലികുല്ലി ഉമ്മത്തിൻ അമീൻ വ അമീനു ഹാദിഹിൽ ഉമ്മത്തി അബൂ ഉബൈദ. എല്ലാ സമുദായത്തിനും ഒരു ലീഡർ ഉണ്ട്. എന്റെ സമുദായത്തിന്റെ ലീഡർ ആരെന്നറിയോ? അബൂ ഉബൈദയാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്. ആ അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു ബദറിന്റെ രണാങ്കളത്തിൽ വന്നു. എന്നിട്ട് ഉത്ബത്തുമായി യുദ്ധം ചെയ്യുകയാണ്. കരിന്തൊടക്ക് വെട്ടേറ്റുകൊണ്ട് ബദറിന്റെ രണാങ്കളത്തിൽ വീണുപോയില്ലേ സഹോദരാ? എന്നിട്ടോ സ്വഹാബിമാരെടുത്തു കൊണ്ടുവന്നു. മഹാനായ വൈദ്യര് പറയുന്ന കണ്ടോ? പുകിന്താറിരുഫേരും അതീശണത്തിൽ പുകഴും റസൂലുള്ള തിരുമുമ്പത്തി സുഗന്ധേ ഉബൈദത്തെ എടുത്തത് അമ്മ
ചൊരിന്ത് വരും വഴി കൊഴുകൈതമാ നിഴലറ്റവർ യാസീൻ റസൂലുള്ളാന്റെ നേശത്തിരു മുമ്പിൽ കിടത്തിക്കൊണ്ടേ ഉഗന്റെ നെജിയുള്ളാടവർ ചൊല്ലവേ ഉടയോൻ പുകഴ്ന്നിട്ട് റസൂലുള്ളാവേ റസൂലുള്ളാഹിന്റെ മുമ്പ് കൊണ്ടുവന്ന് കിടത്തി കരിന്തൊടക്കാണ് വെട്ടുകൊണ്ടിരിക്കുന്നത്. രക്തമിങ്ങനെ ധാരധാരയായി ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. സ്വഹാബിമാർ റസൂലുള്ളാഹിന്റെ ഹദറത്തിൽ ഖൈമയിൽ കൊണ്ടുവന്ന് കിടത്തിയപ്പോ റസൂലുള്ളാഹിനോട് ചോദിക്കാണ്, ബെഞ്ചക്കളം വിട്ട് പിരിന്തോന്നാലേ, രണാങ്കളം വിട്ട് പിരിഞ്ഞവനാണ് നബിയെ ഞാൻ. ഇവിടെ വെച്ച് ഞാനങ്ങ് മരിച്ചു പോയാൽ അന ഷഹീദുൻ യാ റസൂലല്ലാഹ്, എനിക്ക് ഷഹീദിന്റെ പവർ കിട്ടോ നബിയേ, എനിക്ക് ഷഹീദിന്റെ പദവി കിട്ടോ നബിയേ. മുത്തുനബി തങ്ങൾ പറഞ്ഞു, ഉബൈദത്തെ എവിടെ കടന്നു മരിച്ചാലും നിങ്ങൾ ഷഹീദ് തന്നെയാണ് കേട്ടോ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു പോയെങ്കിൽ, പ്രിയപ്പെട്ട എൻ്റെ ഉമ്മമാരെ, സഹോദരിമാരെ, ഉപ്പമാരെ, സഹോദരന്മാരെ, റസൂലുള്ളാഹിനോടുള്ള അടങ്ങാത്ത പ്രണയം കൊണ്ടാണ് അവരൊക്കെ രണാങ്കളത്തിലേക്ക് സ്വന്തം ജീവന് വലിച്ചെറിഞ്ഞുകൊണ്ട്, ജീവന് റസൂലുള്ളാഹിക്ക് സമർപ്പിച്ചുകൊണ്ട്, ഫിദാക അബീ വ ഉമ്മി യാ റസൂലല്ലാഹ്, എൻ്റെ വാപ്പയെയും ഉമ്മയെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു നബിയേ. ഫിദാക റൂഹി യാ റസൂലല്ലാഹ്, എൻ്റെ ആത്മാവിനെ അങ്ങേക്ക് സമർപ്പിക്കുന്നു നബിയേ. നിങ്ങൾ കണ്ടോ യുദ്ധങ്ങളുടെ രണാങ്കളങ്ങൾ ആകമാനം നമ്മളെടുത്ത് പരിശോധിച്ച് നോക്കിയാൽ മഹബ്ബത്തുർ റസൂലാണ് മുസ്ലിമേ. ഉഹദ് രണാങ്കളത്തിൽ നിങ്ങൾ കണ്ടില്ലേ, വമ്പുറ്റ ഹംസ റളിയല്ലാഹു ചാടി, വമ്പുറ്റ ഹംസ റളിയല്ലാഹു ചാടി, തമ്പിയാസ് വദിൽ മാറടാ, വള്ളൽ നബി മഹമൂദർ ഹൗലിന്ന് വെള്ളം കുടിക്കുന്നോനാരടാ, അംബർ ഷഫീഉള്ള കാവൽ വെച്ചുള്ള സംഭാരമിൽ ചെന്ന് ചേരടാ, ഖൈറുൽ വറ നബിയാർ കുളത്തിന്ന് ധൈര്യമുണ്ടെങ്കിൽ കോരടാ, വമ്പന്മാരുണ്ടെങ്കിൽ ഞാനൊന്ന് കാണട്ടെ, വന്ന് വിലക്കോടെ വെള്ളം കൂടിച്ചാട്ടെ, തുമ്പിക്ക് മാമാദം പൊട്ടിയുളമട്ടെ, കൂറിയ വാക്കിനെ കേട്ട് വെളിപ്പെട്ട്, സംസാരിക സരിക സമ പമകരി രിംപാരി മകരിമ താകും താക ദിൻ ദിൻ ദിം ദിങ്ക ദിങ്കണ ചങ്കുങ്ങള അങ്കുങ്ങളും താളം തരികീട ജണുതാകാതിമികളും കൊണ്ടാനേ എന്ന് നമ്മൾ ഹംസത്തുൽ കറാർ തങ്ങളെ കുറിച്ച് പാടാറുള്ള അതേ വമ്പുറ്റ ഹംസ റളിയല്ലാഹു ചാടി എന്ന് പറയുന്ന മഹാനായ ഹംസത്തുൽ കറാർ തങ്ങളില്ലേ, അവിടുന്ന് ലോകത്തോട് വിട പറഞ്ഞു പോയ ഉഹദ് യുദ്ധമില്ലേ സഹോദരാ, ആ ഉഹദ് യുദ്ധത്തിൽ അതാ ഒന്നാമത്തെ റൗണ്ടിൽ സ്വഹാബികൾ വമ്പം വിജയം അങ്ങോട്ട് നേടുകയാണ്. എന്നാൽ റസൂലുള്ളാഹി തങ്ങൾ ജബലുർ റുമാത്തിൽ നമ്പെയ്ത്തുകാരോട് ഇറങ്ങരുത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഏതാനും സ്വഹാബികൾ ഇറങ്ങിയപ്പോ അതിലൂടെ കുതിച്ചു വന്ന സ്വഹാബികൾക്ക് മുമ്പിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ ഹംസത്തുൽ കറാർ തങ്ങൾ ലോകത്തോട് വിട പറഞ്ഞു പോയില്ലേ. ഒരുപാട് സ്വഹാബിമാര് ഷഹീദായി പോയില്ലേ. ആ സമയത്ത് മഹാനായ മുത്തുനബി തങ്ങൾ രണാങ്കളത്തിൽ ഒറ്റപ്പെട്ടു പോയില്ലേ മുസ്ലിമേ. റസൂലുള്ളാഹി തങ്ങൾ ഒറ്റപ്പെട്ടു പോയപ്പോ അതാ ഏതാനും വിരലിലെണ്ണാവുന്ന സ്വഹാബിമാര് റസൂലുള്ളാഹിക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കുകയാണ്. റസൂലുള്ളാഹിനെ നടുവിൽ നിർത്തിയിട്ട് പ്രൊട്ടക്ഷൻ കൊടുക്കുകയാണ്. ആ സമയത്താണ് ദൂരെ നിന്ന് അതാ ശത്രുക്കൾ ഖുറൈശികൾ റസൂലുള്ളാഹിന്റെ നേരെ അമ്പിങ്ങനെ വിടാൻ തുടങ്ങുകയാണ്. അമ്പിങ്ങനെ വരുമ്പോ സ്വന്തം നെഞ്ച് കാണിച്ചു കൊടുത്തിട്ട് ഇന്ന സ്വദിരി ദൂന സ്വദിരിക്ക യാ
യാ റസൂലല്ലാഹ്, മുത്തനബിയേ അങ്ങയ്ക്ക് നെഞ്ചില്ലാതെ എനിക്കെന്തിനാണ് നെഞ്ച് നബിയേ, അങ്ങയ്ക്ക് നെഞ്ചില്ലാതെ എനിക്കെന്തിനാണ് ചെസ്റ്റ് നബിയേ, ഇത് ഞാൻ ദീനിന് വേണ്ടി കൊടുക്കാണ് യാ റസൂലല്ലാഹ് എന്ന് പറഞ്ഞിട്ട് അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി കൊടുത്തു പോയി എന്നാണ് ചരിത്രം പറയുന്നത്. അതുകൊണ്ട് ഉമ്മ, രണാങ്കളൊക്കെ നമ്മളെടുത്ത് പരിശോധിച്ച് നോക്കിയാൽ അറുങ്കൊലം ചെയ്യാൻ വേണ്ടി വരുന്ന ശത്രുവിന്റെ മുമ്പിലേക്ക് പോകുന്ന സ്വഹാബികൾ എങ്ങനെയാ പോകുന്നത്? ബദറിൽ ഹുദായാസീനൻ നബി ഖറജായൻ നേരം വളർക്കൊടി മോണ്ടെണ്ണം കെട്ടിടയതിലുണ്ട് അബിയൽ വർണ്ണമതാ പിൻ രണ്ടും അസ്വദുമാമേ. നിങ്ങൾ കണ്ടോ സഹോദരന്മാരെ, സഹോദരിമാരെ, ഉമ്മമാരെ, നിങ്ങൾ കണ്ടോ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ രണാങ്കളത്തിലേക്ക് സ്വഹാബിമാരെ വിളിച്ചപ്പോ എങ്ങനാ പോയത്? അതത് ദുറു 9 വൈദ്യര് പറയണോ, സദത കുടൈകോൾ പൊങ്ങും തെരുകരമാലൊണ്ടാമ തദിന നബി തൻ തോളാർ മിസ് അബ്ലീന്താർ അവരത് തന പിടി ചെയ്താറ്റൽ മുമ്പിലനിലയാകെ. റസൂലുള്ളാഹി തങ്ങൾ വിളിച്ചപ്പോ പോയ സ്വഹാബിമാരെ കയ്യിലുള്ള ആയുധം എത്രയാണ്? 313 ബദരീങ്ങൾ പോയപ്പോ അവരെ കൈകളിൽ ഉണ്ടായ എന്താണ്? അതത് ദുറു 9, ഒരു കൗലില്ല 2, 9 കുന്തം. ഒരു കൗലിൽ 6 കൂടുതലാന്നല്ല, കുറഞ്ഞിക്കാണ്. വേറെ അഭിപ്രായം വന്നപ്പോൾ മനസ്സിലായിട്ടോ? അങ്ങനെ പോയത് വളരെ കഷ്ടപ്പെട്ടിട്ട് ഒട്ടിയ വയറുമായിട്ടാണ് പോയത്, നോമ്പുകാരായിട്ടാണ് പോയത്. അള്ളാഹു മഹാന്മാരെ ദർജ ഉയർത്തി കൊടുക്കട്ടെ. അവരൊക്കെ റസൂലുള്ളാഹിന് ഒരുപാട് മഹബത്ത് വെച്ചു. വിശാലമായി പറയാനുള്ള സമയമുണ്ട്, വിശാലമായി പറയേണ്ട മേറ്ററാണ്. അതുകൊണ്ട് മുത്തനബി തങ്ങളെ പിടിച്ചാൽ പിടിച്ചവൻ രക്ഷപ്പെട്ടു കേട്ടോ. അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ. ഇവരുടെ ഒക്കെ ചരിത്രത്തിൽ, സ്വഹാബിമാരുടെ ഒക്കെ ചരിത്രം നിങ്ങൾ കണ്ടോ? റസൂലുള്ളാഹി നിങ്ങൾ വഫാത്തായി എന്ന് പറഞ്ഞപ്പോൾ ഈത്തപ്പന മരത്തിന്റെ മുകളിൽ നിന്ന് താഴോട്ട് ചാടി 2 കൈകൊണ്ട് കണ്ണിങ്ങനെ കുത്തി കൊണ്ട് പൊട്ടിച്ചിട്ട് പറഞ്ഞു, എനിക്ക് റസൂലുള്ളാഹി ഇല്ലാത്ത മദീന കാണണ്ട. മുത്തനബി തങ്ങൾ വഫാത്തായി റസൂലുള്ളാഹിന്റെ പരിശുദ്ധമായ പൂമേനി അവിടുത്തെ റൗദാ ഷരീഫിൽ അടക്കം ചെയ്തപ്പോ ബിലാൽ ഇബ്നു റബാഹ് നിങ്ങൾ സിറിയയിലേക്ക് തന്റെ ബാണ്ടം എടുത്ത് പോവാൻ സ്വഹാബികൾ ചോദിച്ചു, എവിടെ പോവാ നിങ്ങൾ? അവിടുന്ന് പറഞ്ഞു, മുത്തുനബി ഇല്ലാത്ത മദീനയിൽ എനിക്ക് നിൽക്കാൻ കഴിയില്ല. ആ പ്രണയത്തിനൊന്നും അതിർവരമ്പുകളില്ല സഹോദരന്മാരെ. നമ്മുടെ പ്രണയം എവിടെ? റബീഉൽ അവ്വൽ വരുമ്പോൾ 12 ദിവസം മൗലിദ് കഴിച്ചാൽ പ്രണയം പൂർത്തിയായോ? പോരാ. മുത്തുനബിയാണ് എനിക്ക് വലുത്. അതിൻ്റെ ഏറ്റവും വലിയ ഉപമയാണ് സൗറന്ന ഗുഹയിൽ പണ്ട് സന്മാർഗ തേനിതൽ 2, സ്നേഹത്തിൻ ഇണകൾ 2 പാറി വന്ന് പൊത്തിൽ ഓടി വന്ന് ആരും കാണാതെ അറിയാതെ ഒളിച്ചിരുന്ന്. ആ സൗർ ഗുഹയിൽ ഒളിച്ചിരുന്ന സയ്യിദുനാ അബൂബക്കറിന് സിദ്ദീഖ് ആകപ്പാടച്ചോന്റെ ആദ്യ മുത്തായ ആദരവായ റസൂലിന്റെ എന്ന് പറഞ്ഞിട്ട് പഴയ ഒരു കാലത്ത് ഒരു പാട്ടുണ്ടായിരുന്നു. അതിനകത്ത് പറയുന്നു, ഒരു നാൾ നബിയും അബൂബക്കർ സിദ്ദീഖും ഒരുമിച്ച് ഗാർ സൗർ ഗുഹയിൽ പ്രവേശിച്ച് രണ്ടുപേരും ഗാർ സൗറിനകത്തേക്ക് കടന്നു. കാലിൽ പാമ്പ് കടിച്ചു. എന്തോ ഒരു സംഭവമാണ് കേട്ടോ. കാലനക്കിയില്ല, വേദന കടിച്ചു പിടിച്ചു. കണ്ണിൽ നിന്നറിയാതെ വെള്ളം റസൂലുള്ളാഹിന്റെ മുഖത്തേക്ക് മുഖത്തൊരൽപ്പം ഒറ്റി വീണപ്പോ നിങ്ങൾ കണ്ടോ സഹോദരന്മാരെ? റസൂലുള്ളാഹി ഉണരുകയാണ് കേട്ടോ. അവിടുന്ന് ഉണർന്നിട്ട് എന്താ അബൂബക്കറെ പറ്റിപ്പോയത് എന്ന് ചോദിക്കുമ്പോഴാണ് കാര്യം പറയുന്നത്. ഉമനീർ പുരട്ടി കൊടുത്തില്ലേ, അസുഖം മാറിയില്ലേ, വിഷം ഇറങ്ങിപ്പോയില്ലേ? അത്രയും സ്നേഹമുള്ള ഒരു വ്യക്തി ലോകത്ത് പറയില്ല. അതുകൊണ്ടാണ് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു
നിങ്ങൾ കണ്ടോ സഹോദരന്മാരെ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിനോട് പറയാണ്, നബിയേ ഹുബ്ബിബ ഇലയ്യ മിനദ് ദുനിയാ സലാത്ത്, ദുനിയാവിനെക്കാളും എനിക്ക് ഇഷ്ടപ്പെട്ട 3 കാര്യങ്ങളുണ്ട് നബിയേ. ഒന്നാമത്തേത് അന്നളുറു ഇലാ വജ്ഹിക യാ റസൂലല്ലാഹ്, അങ്ങയുടെ മുഖത്തോട്ട് നോക്കിയിരിക്കലാണ് നബിയേ. അതുപോലെ തന്നെ വൽ ജുലൂസു ബൈന യദൈക, അങ്ങയുടെ മുമ്പിൽ വന്നിങ്ങനെ ഇരിക്കലാണ് നബിയേ. അതുപോലെ ഇൻഫാഖു മാലി ലദൈക, അങ്ങയ്ക്ക് വേണ്ടി സമ്പത്ത് ചെലവഴിക്കലാണ് നബിയേ. ഉണ്ടോ? എത്രയോ പറയാനുണ്ട്, ഞാൻ ചുരുക്കുകയാണ്, സമയം ഒരുപാടായി. എന്നോട് 10 മിനിറ്റ് പറഞ്ഞതാണ്, ഇപ്പോൾ അത് അരമണിക്കൂറായിപ്പോയി. ക്ഷമിക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. മുത്തുനബിയോട് സ്നേഹം വർദ്ധിക്കാനും മുത്തുനബിയുടെ ശഫാഅത്തും ഹൗദുൽ കൗസറും എല്ലാം അള്ളാഹു നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് സമയം കിട്ടുമ്പോഴൊക്കെ പ്രാർത്ഥനയിൽ വിനിതനായി എന്നെയും ഉൾപ്പെടുത്തണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തി. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.